ജില്ലാതല യോഗത്തിൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾ അഭിപ്രായങ്ങൾ നേടുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതിയുടെ ലക്ഷ്യം. മോളെ ഈ പരിപാടിയിൽ വീക്ഷണിച്ചപ്പോൾ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ അത് ചെയർപേഴ്സണായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷം തോന്നി. ഒരു ക്യാമ്പസിൽ നിന്ന് വരുന്ന ഒരാളാണ്, അവിടുത്തെ യൂണിയൻ ഭാരവാഹിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുക, എന്താണ് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ പറയുക? വിദ്യാർത്ഥികളുടെ ഉപരി ഇപ്പം ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണല്ലോ. അപ്പം എനിക്ക് അവരെ പറ്റി ഇപ്പം മിക്ക ക്യാമ്പസിൽ ഇപ്പം എൻ്റെ ക്യാമ്പസിലാണെങ്കിലും ഞാൻ ചെന്നതിന് ശേഷമാണ് ഈ റാമ്പ് ഫെസിലിറ്റീസ് ആണെങ്കിലും സ്കൂളിലും അതുപോലെയാണ്. എനിക്ക് വയതായതിന് ശേഷമാണ് ഈ റാമ്പും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ഇനിയുള്ള കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അതൊക്കെ നേരത്തെ തന്നെ ചെയ്യണം. കാരണം ഒരാൾ വന്നിട്ട് മാറ്റം വരുത്തുന്നത് കുറച്ചും കൂടെ എല്ലാവർക്കും ഒരേപോലെ ഈക്വലി പോകാൻ പറ്റുന്നതൊക്കെ എനിക്കറിയാം. കാരണം എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഇതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ. അവർ പലരും ഓൺലൈൻ ക്ലാസ്സാണ് എടുക്കുന്നത്. കാരണം സ്കൂളിൽ പോലുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അതായത് നമ്മുടെ എല്ലാ ഇടങ്ങളും ആക്കണം. അവർക്ക് കടന്നു വരാനും അതെ, ഒരുപാട് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്, എനിക്കറിയാം. അപ്പം അവർക്കും എല്ലായിടത്തും പോകാൻ പറ്റണം. അതിൻ്റെ ആ ഒരു നിർദ്ദേശമായിരിക്കും മുന്നോട്ട് വയ്ക്കുക അല്ലേ? അതായിരിക്കും. മോള് ക്ലാസ്സിലൊക്കെ അവിടെ ക്യാമ്പസിൽ സൗകര്യം ആയല്ലോ? ആയി എല്ലായിടത്തും ആയി. ക്യാമ്പസിൽ മറ്റ് സമാനമായ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികളെല്ലാം മോളോട് ഈ വിഷയം പറയാറുണ്ടല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പേര് എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ ഈ കൊച്ചുകുട്ടികളാണെങ്കിലും സ്കൂളിൽ പോകുന്നില്ല, എക്സാമിൻ്റെ ടൈമിൽ മാത്രം. അപ്പോൾ അവർക്ക് നല്ലൊരു ടൈമല്ലേ, ഏറ്റവും ഗോൾഡൻ മൊമെൻറ്റ്സ് എന്ന് പറയുന്നൊരു സമയം അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കും സ്കൂളിൽ പോയി നമ്മളെ ഈക്വലായിട്ട് എല്ലാവർക്കും ഒരുപോലെ